Ciao a tutti, benvenuti il mio canale Simply Italian. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇറ്റാലിയൻ ലാംഗ്വേജ് സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഇത് കൈക്കലാക്കാം, എങ്ങനെ പഠിക്കാം, പ്രത്യേകിച്ച് ഇറ്റലിയിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചാനലാണിത്. ഓരോ വീഡിയോസും അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പഠിക്കാത്തവർക്കല്ല, പഠിപ്പ് കുറഞ്ഞവർക്കും പഠിപ്പുള്ളവർക്കും വയസ്സായവർക്കും വയസ്സ് കുറഞ്ഞവർക്കും എളുപ്പത്തിൽ, എത്ര എളുപ്പത്തിൽ മലയാളത്തിൽ അത്രയും നന്നായിട്ട് തുടങ്ങുന്ന ക്ലാസ്സാണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അധികം നീട്ടാനും വൈകാനൊന്നും ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ്, എങ്ങനെയാണ് ഇത് നമുക്ക് ഇവിടെ ജോലി ചെയ്യാൻ യൂണിവേഴ്സിറ്റി എക്സാമിനുള്ളതല്ല. ഓക്കെ, എന്തൊക്കെയാണ് നമുക്കിതിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ടത്? മുഴുവനായിട്ടില്ല, എന്നാൽ കുറച്ചൊക്കെ ഞാനിപ്പോൾ 20 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങളതൊക്കെ കാണണം. ഞാൻ പറയാം എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. ഒന്നാമത്തത് നമ്മൾ പഠിക്കേണ്ടത് ആബിച്ചേരി. ആബിച്ചേരി ഡെഫിനറ്റായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണം. നിങ്ങൾ പഠിക്കണം. വാച്ച് ചെയ്യാൻ മാത്രമല്ല, പഠിക്കണം. എന്തിനത് പഠിക്കുന്നത്? ആബിച്ചേരി പഠിക്കുന്നത് പ്രൊനൗൺസിയേഷൻ കറക്റ്റാക്കാൻ, റീഡ് ചെയ്യാൻ, വായിക്കാൻ. പ്രൊനൗൺസിയേഷൻ ഉച്ചാരണം കേട്ടോ. എത്രയും മലയാളത്തിൽ പറയുന്നത് എല്ലാവർക്കും കൂടി മനസ്സിലാവട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചാരണം കറക്റ്റ് ആവണം. നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന പോലെ ഒന്നും ഇവിടെ പറയാൻ പറ്റില്ല. ചില നമ്മൾ ABCD പഠിച്ചു എന്നിട്ട് ചില വാക്കുകൾ ഇറ്റാലിയൻ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷനോ യൂസ് ചെയ്യുന്നത്. നോ. അപ്പോൾ നമ്മൾ ഇറ്റാലിയൻ പഠിക്കാൻ എന്തൊക്കെ വേണ്ടേ? ഒന്ന് ABCD അല്ല, ആബിച്ചേരി. ഇതിങ്ങനെ പഠിച്ചാൽ മതി. നിങ്ങൾ എങ്ങനെ ആദ്യം 4 വാക്കെടുക്കുക. എങ്ങനെ 4 വാക്ക്? ആബിച്ചേരി, അങ്ങനെ 2-3 പ്രാവശ്യം പറയാം. അപ്പോൾ അത് പഠിച്ചു. അപ്പോൾ ആബിച്ചേരി വരെ ആയില്ലേ. ഇനി AFG ആക്ക, ഇങ്ങനെ 4 എണ്ണം പഠിക്കാം. അത് കഴിഞ്ഞാൽ ആക്ക. ഇനി ELMN, ഇങ്ങനെ 4 വാക്കുകൾ കിച്ചണിൽ ജോലി ചെയ്യുമ്പോഴോ ഇവിടെയുള്ളവർക്കായാലും നാട്ടിലുള്ളവർക്കായാലും എന്ത് പണി നമ്മൾ ചെയ്യുമ്പോൾ ഇത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മൾ ഈ ആബിച്ചേരി ഒഴുകണം. ഞാൻ ഈ ചാനലിടാൻ വേണ്ടിയിട്ട് എനിക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്നു ആബിച്ചേരി. എന്നിട്ട് ഞാൻ ഇതിങ്ങനെ നടന്ന് പഠിച്ചു. എനിക്ക് ഒഴുക്കുവന്നല്ലല്ലോ നിങ്ങളെ പഠിപ്പിക്കാൻ, ഞാൻ പഠിക്കണം. എന്നിട്ട് വേണ്ട നിങ്ങളെ പഠിപ്പിക്കാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാനത് പഠിച്ചെടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആബിച്ചേരി. സി എന്ന് പറയരുത്. ഇറ്റാലിയൻ പ്രൊനൗൺസിയേഷൻ ആബിച്ചേരി. AFG AKL. അപ്പോൾ ഓക്കെ, അതങ്ങനെ ABCD അല്ല, ആബിച്ചേരി അല്ല. കണ്ട ഞാൻ പറയുന്നത് തെറ്റുപോണത്. അപ്പോൾ അത് പഠിക്കാം. അത് കഴിഞ്ഞാൽ ആബിച്ചേരി പഠിക്കുക. എന്നിട്ട് പിന്നെ എനിക്ക് ചാടണ്ടു. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ലേ, നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക. ഏത്? ഈ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഷോർട്സും കൂടി ഉണ്ട്. അതെങ്കിലും വാച്ച് ചെയ്താൽ മതി. ഷോർട്സ് മീൻസ് ഓരോ ലെറ്റേഴ്സ് അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം എന്നുള്ളത്. ആ ഷോർട്ടും ഇതിൻ്റെ ഒപ്പം ഞാൻ ക്ലിപ്പ് ചെയ്ത് വിടുന്നുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയൊക്കെ വരണം എന്നുള്ളത്. വിടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കാം. ആബിച്ചേരി. ഓക്കെ, ആബിച്ചേരി കറക്റ്റായിട്ട് 21 ലെറ്റേഴ്സേ ഉള്ളൂ കേട്ടോ. 26 ഇല്ല, 21. അത് നിങ്ങൾക്ക് ഒരു 3 ദിവസം നോക്കിയാൽ അത് കിട്ടാവുന്നുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ പഠിക്കേണ്ടത് എന്താണെന്നറിയോ? നമ്പർ വേണമെങ്കിൽ 10 വരെ പഠിച്ചേക്ക്. അതൊക്കെ നമുക്ക് ആവശ്യമാണ്. ബസ്സിൻ്റെ നമ്പർ ഇതൊക്കെ നോക്കാം. ഞാൻ പറഞ്ഞില്ല, ഒരു കാര്യമുണ്ട്. ഞാൻ 0 to 20 വരെ ഇട്ടുണ്ട് ഒരു നമ്പറിൻ്റെ ഒരു വീഡിയോ. ആ വീഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് വാച്ച് ചെയ്യണം കേട്ടോ. എനിക്കറിയില്ല അത് ഏതിൽ ഞാൻ കണക്ട് ചെയ്ത് വിടേണ്ടതെന്ന്. അതിലെൻ്റെ ഒരു അനുഭവമുണ്ട്. നിങ്ങൾ വാച്ച് ചെയ്യണം കേട്ടോ, മറക്കരുതേ. അപ്പോൾ നമ്പർ വേണമെങ്കിൽ ഒരു 20 വരെ ഒന്ന് പഠിച്ചു വെച്ചോ. അത് 2 പ്രാവശ്യം കേട്ടൊക്കെ കിട്ടേക്കും. 1, 2, 3 20 പിന്നെ 20 വരെ പഠിച്ചു വെച്ച് കഴിഞ്ഞ് പിന്നെ എല്ലാ നമ്പറും ഓക്കെ. ഇനി രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീറ്റിങ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ഗ്രീറ്റിങ്സ്. നമ്മൾ നാട്ടിൽ എഴുന്നേറ്റ ചായ കുടിച്ചു, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പിന്നെ പുറത്തിറങ്ങി പറമ്പിൽ പോയി, പിന്നെ വന്ന് ചോറും. അങ്ങനെയല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവരെ ഏൽപ്പിക്കുമ്പോൾ തന്നെ വയസ്സാവരെ എഴുന്നേൽപ്പിക്കാൻ, നമുക്കതാണല്ലോ ജോലി. അപ്പോൾ അവരെ എഴുന്നേൽപ്പിക്കാൻ പോകുമ്പോൾ തന്നെ നമുക്ക് അവരോട് ഗുഡ് മോർണിംഗ് പറയണം. അപ്പോൾ അതെങ്ങനെയാണ്? നല്ല എനർജറ്റിക്കായിട്ട് നമ്മൾ ചെന്ന് പറയണം, ബോൺജോർണോ എന്ന് പറയണം. എന്താ എനിക്കൊക്കെ ചില ഞാൻ പറയണ്ട, ചില മാമോരെ നമ്മൾ കുറച്ച് വന്നിട്ട് ബോൺജോർണോ എന്ന് പറയുമ്പോൾ എക്കൊലമിയ ലൂച്ചേ എന്ന് പറയും.
ഇതാ വരുന്ന എൻ്റെ പ്രകാശം. അതെ, അത് നമ്മൾ എനർജറ്റിക്കായിട്ട് ചെന്നിട്ട് പറയും ബൊഞ്ചോ. അവർ ചില അമ്മമാർ ഭയങ്കര സാധനങ്ങളാണ്, അവറ്റങ്ങളൊന്നും പറയാൻ പറ്റില്ല. ചിലറ്റങ്ങൾ ഭയങ്കര സാധനങ്ങളാണ്, പക്ഷേ ചിലവരൊക്കെ നല്ല സ്നേഹമായിരിക്കും കേട്ടോ. എല്ലാ ജോലിയും നമുക്ക് ഒരു ജോലിയും പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. എല്ലാ ജോലിയിലും അതിൻ്റേതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതൊന്നായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ എന്തെന്ന് പറയുക, നമ്മൾ ബൊഞ്ചോർണോ 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 നോ ബൊഞ്ചോർണോ ബൊഞ്ചോർണോ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ ബു ബി ഉ ഓ ബൊഞ്ചോർണോ ബൊഞ്ചോർണോ. ഞാൻ അതെങ്ങനെ ഇങ്ങനെ പറയണേ വെച്ചാൽ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. ബൊഞ്ചോർണോ ബു ബി ഉ ഓ ബുവോ ബുവോ ബൊഞ്ചോർണോ. അതുപോലെ ബൊനനോത്തെ ഇങ്ങനെ പഠിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ പഠിക്കുക. അപ്പോൾ നമ്മുടെ ഗ്രീറ്റിങ്സ് അല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുക. ബൊനസേര ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കേണ്ടത് പൊളൈറ്റ്നസ്. പൊളൈറ്റ്നസ് അതിലും വിശിഷ്ടം, വളരെ ഈസി. അതൊക്കെ പഠിക്കുക ഈസിയാണ്. നിങ്ങളത് വെച്ച് ഇത് കുത്തിയിരുന്ന് പഠിക്കണമെന്നോ എഴുതേ വേണ്ട. എഴുതി പഠിക്കൽ നിർത്തിക്കോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജോലി ചെയ്യാനുള്ളത് വേണ്ടു. അപ്പോൾ നിങ്ങൾ എഴുതി പഠിക്കരുത്, കേട്ട് ക്യാച്ച് ചെയ്യുക. അതൊന്ന്. പിന്നെ പഠിക്കേണ്ടത് എന്താ, പൊളൈറ്റ്നസ് എന്ന് പറയണത് നമ്മൾ എന്തെങ്കിലുമൊക്കെ തരുന്നു നമുക്ക് ഇങ്ങനെ തരുമ്പോൾ ഗ്രാച്ചിയെ. അപ്പോൾ സിഞ്ഞോർ എന്ന് പറയും പ്രേഗോ, യു ആർ വെൽക്കം, പ്രേഗോ. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മൾ പറയില്ലേ പ്ലീസ് എന്ന് പറയില്ലേ നമ്മൾ, പെർഫോരെ. ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ വാക്കുകൾ. നമ്മളൊക്കെ അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടം അവർക്ക്. ഗ്രീറ്റിങ്സും പൊളൈറ്റ്നസ്സും എന്നെ തന്നെ ഒരു ചീത്ത പറയാറുണ്ട് ചിലപ്പോൾ. റെസ്പെക്റ്റ് അല്ല എന്നൊക്കെ പറയും. പണ്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് റെസ്പെക്റ്റ് അല്ല, ജിന്തിയിലല്ല എന്നൊക്കെ പറയും. നമ്മൾ നാട്ടിലല്ലേ ജനിച്ച് വളർന്നേക്കണ പടിയല്ലല്ലോ. ഇവരൊന്ന് നാട്ടിൽ കൊണ്ടുവന്ന് എത്തിയിട്ട് നമ്മുടെ മലയാളം ഒന്ന് ഇവരെയൊന്ന് പഠിപ്പിക്കാം. അപ്പോൾ ഇവർക്ക് അറിയുമെന്നു. എങ്കിൽ ചില സമയത്തൊക്കെ ചില സമയത്ത് ഇവരോട് പറയുകയും ചെയ്യും. ഇപ്പൊക്കെ പറയും, പണ്ടൊന്നും എനിക്ക് ഭാഷയിലായിരുന്നു. അപ്പം ഞാൻ പറയുന്നത്, ഇവരോട് പറയണത്, നിങ്ങൾ എൻ്റെ നാട്ടിലൊന്ന് വന്നിട്ട് എൻ്റെ ലാംഗ്വേജ് ഒന്ന് പഠിക്കും. അപ്പം അറിയാലോ എന്താണെന്നുള്ളത്. അതൊന്ന്. അപ്പോൾ ഗ്രീറ്റിങ്സ് ആൻഡ് പൊളൈറ്റ്നസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നല്ല ഇമ്പോർട്ടൻ്റാണ്. ഇത് രണ്ടും പഠിക്കണം കേട്ടോ. ഗ്രാസിയെ പറയണം, പ്ലീസ് പറയേണ്ടടുത്ത് പെർഫവോരെ, പെർപ്പിയാച്ചേരെ. എന്താ സന്തോഷം എന്ന് പറയും ഇവർക്ക് ഇത് കേൾക്കുമ്പോൾ. ഓക്കെ, അതൊന്ന്. പിന്നെ പറയണം, പിന്നെ മിസ്കൂസി എന്നൊക്കെ പറയണം. നമ്മൾ ഈ റോട്ടിൽ നല്ല തിക്കും തിരക്കുണ്ടപ്പോൾ നമ്മൾ കടന്നു പോരണമെങ്കിൽ നമ്മളത് ചോദിക്കണം. അല്ലാണ്ട് ആ തിക്കിൻ്റെ ഇടയിൽ ഉന്തി കയറി ഇങ്ങോട്ട് കടന്നു പോരരുത്. അത് പെർമിസോ, അത് ഒരു അനുവാദം ചോദിക്കും, മിസ്കൂസി എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യാച്ചാൽ ഇതൊക്കെ പഠിക്കണം എന്നൊരു ക്ലിക്ക് തരണതാണ് നിങ്ങൾ. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ആർട്ടിക്കിൾസ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറച്ച് എന്തിട്ടുണ്ട് വേർഡ്സ് അല്ല ആർട്ടിക്കിൾസാണ് പിന്നെ എടുത്തേക്കുന്നത്. ആർട്ടിക്കിൾസ് ഞാൻ വളരെ പരമാവധി സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. എല്ലാ വേർഡിൻ്റെ അടുത്തും ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ആർട്ടിക്കുളി കേട്ടോ. അതിപ്പോൾ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആർട്ടിക്കുളി അതായത് ഇപ്പോൾ മേശ, കസാര എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത്, ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ പറയും ദ ടേബിൾ അല്ലെങ്കിൽ ദ ചെയർ എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ അല്ലേ. അപ്പോൾ ഇറ്റാലിയനിൽ എന്തെന്ന് പറയും? അത് ഇറ്റാലിയയിൽ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണാണോ പെണ്ണാണോ, സിംഗുലറാണോ പ്ലൂറാലാണ്, അതായത് ഏകവചനാണോ ബഹുവചനമാണോ, ഇതാണാണോ പെണ്ണാണോ, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും ഒരു വാക്കിന് മുന്നിൽ ആർട്ടിക്കിൾ കൊണ്ട് ഫിറ്റ് ചെയ്യുക. മനസ്സിലായി? അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്യൂ. ഇത് ഞാൻ ടിപ്സായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ ഇത്. അപ്പോൾ ഈ ആർട്ടിക്കിൾസും പഠിക്കണം. ഇനി ഞാൻ നിങ്ങൾക്ക് ഇടാൻ പോകുന്നത് എസ്സരെ ആൻഡ് അവയരെ. അത് രണ്ട് പ്രധാനപ്പെട്ട വെർബുകളാണ്. അത് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരും. ഓക്കെ. അപ്പോൾ അതും കൂടി കണ്ടു കഴിഞ്ഞാൽ അത് ശരിക്കും പഠിക്കണം. വെർബിൻ്റെ ഫോം കറക്റ്റായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ സാധാരണയായിട്ട് യൂസ് ചെയ്യാനുള്ള ലാംഗ്വേജ് നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എത്തും. ഓക്കെ. ചൗ തൂത്തി. ഗോഡ് ബ്ലെസ് യു.